നമസ്കാരം. ജയം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഡീലായിരുന്നു ചർച്ചാ വിഷയം. CPM-ഉം BJP-യും തമ്മിലൊരു ഡീലുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ ഡീല് മാത്രം ചർച്ച ചെയ്താൽ പോരാ എന്നൊരു തോന്നൽ പ്രതിപക്ഷത്തിന് തോന്നിയിട്ടുണ്ടാവണം. എന്തായാലും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പാലക്കാട്ട് നടത്തിയ പ്രസംഗത്തിൽ ശക്തമായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് പുതിയൊരു ആരോപണം അല്ല, പഴയൊരു ആരോപണം പുതിയൊരു ശൈലിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു. അത് ശബരിമല വിഷയം വീണ്ടും സജീവമാക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴിവരുന്നിട്ടത്. രാജ്യത്തെവിടെ പോയാലും ആരാധനാലയങ്ങളെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ശബരിമല എന്നൊരു വാക്ക് പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം. ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ ശബരിമലയിൽ നടന്ന ഈ യുവതീ പ്രവേശനത്തെക്കുറിച്ചോ ഒന്നും ഒരു ചർച്ചയും ഒരു ആരോപണവും ഉന്നയിക്കാതെയാണ് പ്രധാനമന്ത്രി തിരികെ പോയത്. ഇത് താൻ നേരത്തെ പറഞ്ഞ, രാഹുൽ ഗാന്ധി നേരത്തെ ഈ ഡീലിൽ നിന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. താൻ നേരത്തെ പറഞ്ഞ BJP-യും CPM-ഉം തമ്മിലുള്ള ആ ഒരു ബാന്ധവത്തിൻ്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മോദിയും തമ്മിലുള്ള രഹസ്യധാരണയുടെയും ഭാഗമാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അത് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഈ ഡീലിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള പഴയ പല ആരോപണങ്ങളും പിന്തള്ളപ്പെട്ടു പോയി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം, സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം, പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയുടെ വിഷയം, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ, ധൂർത്ത്, പിന്നെ ധാർഷ്ട്യം, അങ്ങനെ സർക്കാരിനെതിരായിട്ട് ഈ പ്രതിപക്ഷം നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളും പിന്നിൽ പോയി എന്നുള്ള തോന്നലുകൊണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അതാണ് ചർച്ചയാവേണ്ടതെന്നുമുള്ള ഒരു തോന്നലുകൊണ്ടാവണം വീണ്ടും അത് സജീവമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രിക്കാകട്ടെ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ചാഞ്ചല്യവുമില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും തൻ്റെ ഭാഷയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. സുധാകരനെതിരെ അദ്ദേഹം ഉപയോഗിച്ച ചെറ്റ എന്നുള്ള പ്രയോഗം, അതേ പ്രയോഗം തന്നെ അദ്ദേഹം അധികം വൈകാത്ത പ്രതിപക്ഷ നേതാവിനെതിരെ പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചെറ്റ പ്രയോഗത്തിനെതിരെ വലിയ ആരോപണങ്ങൾ നടന്നു, വലിയ ചർച്ച നടന്നു, വലിയ വിമർശനമുണ്ടായി, എല്ലാ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രിക്ക് യാതൊരു കുലുക്കവുമില്ല. വീണ്ടും അദ്ദേഹം ചെറ്റത്തരം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ നിലപാടിലും തൻ്റെ ഭാഷയിലും തൻ്റെ ആരോപണങ്ങളിലൊന്നും യാതൊരു മാറ്റവുമില്ല എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഏറ്റുമുട്ടൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ഈ പറഞ്ഞ ശബരിമല വിഷയം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ശബരിമല എന്നുള്ള വാക്ക് പ്രധാനമന്ത്രി ഉപയോഗിച്ചില്ലെങ്കിലും പാലക്കാട്ട് പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ശബരിമല എന്ന് പരാമർശിക്കാതെ ആരാധനാലയങ്ങൾ കൊള്ളയടിച്ച് ഈ സർക്കാർ മാറ്റിയേക്ക പണം ഞങ്ങൾ തിരികെ പിടിക്കും, ഞങ്ങളത് പിടിച്ചു വാങ്ങിയിട്ട് അത് ഇവിടുത്തെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും എന്ന് പ്രധാനമന്ത്രി വാക്ക് പറഞ്ഞു. ഇത് പക്ഷേ ആരും ശ്രദ്ധിക്കപ്പെട്ടു പോയില്ല, എവിടെയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു പോയാതെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൊരു വാചകമായിരുന്നു. എങ്കിലും പ്രധാനമന്ത്രി തന്നെ അത് ഊന്നിപ്പറയാൻ ശ്രമിച്ചില്ല, ഈ ശബരിമല എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല എന്നൊക്കെ ഉള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ഇനിയിപ്പോൾ ഈ ധാരണ അല്ലെങ്കിൽ രഹസ്യധാരണ അല്ലെങ്കിൽ ഈ പിന്നെ പാർട്ടികൾ തമ്മിലുള്ള ഈ ബാന്ധവം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡീൽ അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് സർക്കാരിനെതിരായിട്ട് നേരത്തെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും പൊക്കിക്കൊണ്ട് വരിക എന്നുള്ള ഒരു രണ്ടാം ഘട്ട നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി വീണ്ടും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവൃത്തികളും ഉയർത്തിക്കൊണ്ട് വരാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത്. എന്തായാലും ഈ രണ്ടാം ഘട്ടത്തിൻ്റെ വീറും വാശിയും നമുക്ക് കാത്തിരുന്ന് കാണാം.